ഉണ്ണീശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 66-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സ്നാപക യോഹന്നാനെ കുറിച്ചുള്ള ഈ വചനഭാഗം നാം ധ്യാന വിഷയമാക്കുമ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ സ്നാപക യോഹന്നാനുള്ള പങ്ക് കൂടുതൽ ആഴത്തിൽ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. അവനെക്കുറിച്ച് കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിക്കാൻ കാരണം ദൈവത്തിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നതിനാലാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിലുടനീളം നിറഞ്ഞു നിന്നിരുന്നു. അതുപോലെ ദൈവത്തിന്റെ കരം നമ്മോട് കൂടെ ഉണ്ട് എങ്കിൽ, അഥവാ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ട് എങ്കിൽ, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ഇന്നേ ദിവസം പ്രത്യേകമായി നമ്മുടെ സഹോദരങ്ങളിലും നാമുമായി ഇടപഴകുന്നവരിലും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുവാനുള്ള കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോ നമ്മെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.